എന്താ പറയാ, അല്ലെങ്കിൽ എന്തൊക്കെയാ ഹോബീസ് വീട്ടില്? പാട്ടൊക്കെ പാടും തോന്നുന്നുണ്ട്. പാട്ടില്ല, അങ്ങനെ മൂളും ഇവരുടെ കൂടെ വേറെ എന്തൊക്കെയാ? സത്യം പറഞ്ഞ ഞാൻ ഒരു PSC കാത്ത് നടക്കുന്ന ഒരാളായിരുന്നു. 2 ലിസ്റ്റിലൊക്കെ വന്ന് ഇപ്പൊ കിട്ടും എന്ന് വെച്ചിരിക്കുകയെന്നല്ലാണ്ട് കിട്ടിയൊന്നുമില്ല. പിന്നെ പഠനം കൊഞ്ഞു, പിന്നെ നമ്മുടെ പഠനം ഒന്ന് ഉപേക്ഷിച്ചു, പിന്നെ മക്കളുടെ പഠിത്തത്തിലേക്ക് തിരിഞ്ഞു. പിന്നെ മോൻ ചെറിയ ആള് അഭിനയം പാട്ടൊക്കെ ഉണ്ട്, അപ്പൊ അവന്റെ കൂടെ പല സ്ഥലത്തേക്കും പോവാനുണ്ടാവും. അങ്ങനെയൊക്കെ ഇട്ട് ഇങ്ങനെ പോകുന്ന സമയത്താണ് ഈ ഒരു വന്നത്. ഈ പാട്ട് പാടുന്ന പറയുന്നത് എനിക്ക് അറിയാം, എല്ലാവർക്കും അറിയാം, ഹസ്ബൻഡ് നല്ലൊരു സിംഗറാണ്. അതെ, ഹസ്ബൻഡ് സിംഗറാണ്, പ്ലേബാക്ക് സിംഗറാണ്, വിശ്വനാഥ്, എടപ്പാൾ വിശ്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ, പാട്ടുകാരുടെ ഇടയിലും അല്ലാത്തവരുടെ ഇടയിലൊക്കെ നല്ല എനിക്ക് പണ്ടത്തെ ഗാനമേളകളൊക്കെ ഒരുപാട്. അതെ, പണ്ട് തൃശ്ശൂർ വേവ്സ് എന്ന് പറഞ്ഞൊരു ട്രൂപ്പായിരുന്നു അവരുടെ. എന്താണ് തൃശ്ശൂർ വേവ്സ്? അതായിരുന്നു അവരുടെ. അത് ഒട്ടുമിക്ക എല്ലാ സ്ഥലത്തേക്കും എത്തിയിട്ടുള്ളൊരു. അപ്പം അല്ല, പുള്ളി പാടുന്ന കാരണം കൊണ്ട് ആ പാട്ടിന്റെ ചെറിയ അംശങ്ങളൊക്കെ എവിടെയെങ്കിലൊക്കെ കിട്ടാതിരിക്കില്ല. അത് നമ്മള് സാധാരണ വീട്ടിലെങ്ങനെയാ അങ്ങനെയൊക്കെ. അത് പറഞ്ഞപ്പോഴേക്കും ഒരു കാര്യം ഓർമ്മ വന്നു, ലാസ്റ്റിലത്തെ ഒരു സീന്, മേശമ്മേലിരിക്കണ പൂമ്പാറ്റ. അതെങ്ങനെയായിരുന്നു ആ പാട്ട് വന്നത്? അതെങ്ങനെയാ പറഞ്ഞു, പിന്നെ ഫാസിൽ പറഞ്ഞു, നിങ്ങൾ വെറുതെ ഇങ്ങനെ പണി ചെയ്യണ്ട, തേങ്ങ ചിരകല്ലേ, എന്തെങ്കിലുമൊക്കെ ഒരു മൂളിപ്പാട്ട് പാടി. ഞാൻ സിനിമ പാട്ട് മതി. സിനിമ പാട്ട് അല്ല, ഏതാച്ചാ പാടിക്കോ, സിനിമ പാട്ട് മാപ്പിള പാട്ട് അറിയോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ എനിക്ക് പണ്ട് ചെറുപ്പത്തിൽ പാടിയിരുന്ന 1-2 പേര് ഇങ്ങനെ പാടിയിരുന്ന ഒരു ഓർമ്മ വന്നു. ഒരു 4 പേര് പാടി, അപ്പൊ അവരിഷ്ടായി, അത് മതി.